നമ്മുടെ എല്ലാവരും ഫോണിൽ മിക്കവാറും നമുക്ക് ലാഗ് അനുഭവപ്പെടാറുണ്ട്, സ്പീഡില്ലാത്ത. അപ്പോൾ അതിന് കുറച്ച് സൊല്യൂഷൻസ് ഉണ്ട് നമ്മൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ബാറ്ററി നല്ല പെർഫോമൻസ് ഒപ്റ്റിമൈസ് ചെയ്യുക. അതിനായിട്ട് നമ്മൾ സെറ്റിങ്സിൽ കയറുക. സെറ്റിങ്സിൽ ബാറ്ററി ആൻഡ് പെർഫോമൻസ്. ഓക്കെ, ഇതിൽ നമ്മൾ ഒപ്റ്റിമൈസ് ഇത് കൊടുത്ത് കഴിയുമ്പോഴത്തേക്ക് ബാറ്ററിയും നോർമലുള്ളതിൻ്റെ ഡ്രെയിൻ്റെ ഇതെല്ലാം കാണിക്കാൻ ഫിക്സ് ചെയ്യാനുള്ള ഇഷ്യൂ. ഓക്കെ, ഞാനിപ്പോൾ ഇത് ആഡ് 2 മിനിറ്റ് കൊടുക്കുമ്പം ആ ഫേസ്ബുക്ക് ഓട്ടോ ഇത് ക്ലോസ് ആകും. ഓക്കെ, അപ്പോൾ ഇതിനൊരു ഇഷ്യൂ. നമുക്ക് അഡീഷണൽ വേറെ സെറ്റിങ്സ് വേണമെങ്കിൽ ഇതിനകത്ത് ബാറ്ററി ഷെഡ്യൂൾ ഓൺ ഓഫ് കൊടുക്കാം. നമ്മൾ നൈറ്റ് ടൈമിലൊക്കെ ആണെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്തിടാം. അപ്പോൾ ഫോൺ ഓട്ടോമാറ്റിക്കലി ഓഫ് ആകും. അത് ബാറ്ററി സേവറാണത്. പിന്നെ നമുക്ക് മെയിൻ ഇതിൻ്റെ അകത്ത് വരുന്നത് നമ്മൾ ഡെവലപ്പർ മോഡിൽ കയറിയിട്ട് നമുക്ക് ആനിമേഷൻ്റെ സ്കെയിൽ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്പീഡ് നല്ല ഡിഫറൻസ് നമുക്ക് കിട്ടുന്നത്. അതായത് നോർമൽ നമ്മൾ എബോട്ട് ഫോണിൽ പോവുക, എന്നിട്ട് നമ്മുടെ ഏത് ഫോണാണ് അതിൻ്റെ വെർഷൻ കാണിക്കുന്ന ഇതുണ്ട്, അതിൽ നമ്മൾ 4 times ടാപ്പ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ഡെവലപ്പറായി. ആ ഓപ്ഷൻ കയറാനായിട്ട് നമ്മൾ സെറ്റിങ്സിൽ തന്നെ പോയിട്ട് അഡീഷണൽ സെറ്റിങ്സ്, അതിൽ നല്ല ഡെവലപ്പർ ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഇതിൽ നമ്മൾ ഏറ്റവും താഴെ ബോട്ടമിൽ ഒരു നോട്ട് ചെല്ലുമ്പം നമുക്കിവിടെ അനിമേഷൻ സ്കെയിൽ കാണാം. ഓക്കെ, ഇത് ഞാൻ ചേഞ്ച് ചെയ്തിരിക്കും. നോർമലി നമുക്ക് വരുന്നത് 1 1.5 ആണ് സ്കെയിൽ വന്ന് കിടക്കുന്നത്, എല്ലാം 1 ആയിരിക്കും കിടക്കുന്നത്. നമ്മളിത് ചേഞ്ച് ചെയ്ത് 0.5 ഇടുക, അല്ലെങ്കിൽ ആനിമേഷൻ ഫുള്ളായിട്ട് ഓഫ് ചെയ്യുക. അപ്പോഴത്തേക്ക് തന്നെ നമുക്ക് നല്ലൊരു റിസൾട്ട് വെളിയിൽ കിട്ടുന്നതായിരിക്കും. നമ്മുടെ സ്പീഡ് നല്ല അഡ്ജസ്റ്റ് ആകുന്നതായിരിക്കും. പിന്നെ നമുക്ക് അഡീഷണൽ പിന്നെ നമുക്ക് ഇതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഡോണ്ട് കീപ്പ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കണ്ടിട്ടില്ല. ഇത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു ആപ്പ് എക്സിറ്റ് ആകുമ്പോൾ ഇത് ബാക്കിലുള്ള ഓട്ടോമാറ്റിക്കലി തന്നെ ഫോൺ തന്നെ അത് ഓട്ടോ ക്ലോസിങ് ചെയ്യുന്നതായിരിക്കും. നമ്മളല്ലാതെ ഈ ടാസ്ക് ബാർ ജസ്റ്റ് ഓപ്പൺ ചെയ്തിങ്ങനെ ഓരോന്നോരോന്നിട്ട് വൈപ്പ് ചെയ്ത് ക്ലോസ് ചെയ്ത് കളയേണ്ട കാര്യമില്ല അതിൽ. അപ്പോൾ ഇതിനകത്ത് ഇതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ചാനൽ പറ്റി ബാക്ക്ഗ്രൗണ്ട് നമുക്കൊരു 3 പ്രോസസ്സ് കീപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് പ്രസ് ചെയ്ത് അങ്ങനെ ചെയ്യാം. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്താൽ മതി. ഇത് നമുക്ക് വേണ്ടതല്ല, അത് ജസ്റ്റ് ഓഫ് ചെയ്തിടുക. പിന്നെ ഈ ഫോറക്സ് ഇത് ജസ്റ്റ് നമുക്ക് ഓണാക്കി ഇട്ട് കഴിഞ്ഞാൽ ഗ്രാഫിക്സിന് നല്ല ഒരു ബെറ്റർ ഇത് കിട്ടുകയാണ് ഗെയിമിങ്ങിനൊക്കെ. ബട്ട് ഇതിൽ ചാർജ് കൂടുതൽ നമുക്ക് കൺസ്യൂം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ജസ്റ്റ് നമ്മൾ ഗെയിമിംഗ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് ഓഫാക്കി തന്നെ ഇടുക. പിന്നെ നോർമലി നമ്മൾ ഇതിൻ്റെ ക്യാച്ച് എപ്പോഴും ക്ലിയർ ആക്കി ഇടുക. അപ്പോൾ അതിന് നമ്മൾ ഫ്രണ്ടിൽ കാണും നമ്മൾ ക്യാച്ച് ഇപ്പോൾ ആയി ക്ലിയറായി. പിന്നെ നമ്മൾ ഇതിൽ ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് കണ്ടില്ല ക്യാച്ച് ഫയൽസ് ഇപ്പം 530 MB എൻ്റെ ഇതിൽ സ്റ്റോർ ആയിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ റെഗുലറായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഫോണിൽ സ്പീഡപ്പ് ചെയ്യാൻ നല്ലതാണ്. അത് ക്ലിയറായി. ഓക്കെ, ഇതൊക്കെയാണ് നമുക്ക് മെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ക്ലിയർ ചെയ്യാൻ പറ്റുന്നത്. FB വാട്സപ്പിൽ നമുക്ക് ക്യാച്ചിനെ ക്ലിയർ ചെയ്തിടാൻ പറ്റുന്നത്. നമ്മൾ ക്ലിയർ ചെയ്യുമ്പോൾ തന്നെ ഫോണിൽ നല്ലൊരു സ്പീഡ് കിട്ടുന്നതായിരിക്കും.